ഗ്രൂപ്പിലെ 3 കളികളിൽ അയാൾ കാത്ത കൊളംബിയയുടെ വലയിൽ അന്ന് വീണത് ഒറ്റ ഗോൾ മാത്രമായിരുന്നു. ആ ലോകകപ്പിൽ അർജന്റീനയെ ഉൾപ്പെടെ തകർത്ത റോജർ മില്ലയുടെ കാമറൂണിനെ നിശ്ചിത സമയത്ത് കൊളംബിയ ഗോളടിക്കാതെ പിടിച്ചു നിർത്തി. പക്ഷേ അധിക സമയത്തിൻ്റെ 16-18 മിനിറ്റുകളിൽ മില്ല ഹിഗ്വിറ്റയെ കീഴടക്കി. ആദ്യ ഗോൾ വഴങ്ങി പിന്നിലായ കൊളംബിയൻ താരങ്ങൾ തിരിച്ചടിക്കാനായി എല്ലാവരും മുന്നിലേക്ക് കയറി കളിക്കുകയായിരുന്നു. കൊളംബിയൻ പകുതിയിലേക്ക് വന്ന പന്ത് ക്ലിയർ ചെയ്യുന്നതിന് പകരം ബോക്സിന് പുറത്ത് 35 വാരയോളം ഇറങ്ങിയോടിയ ഹിഗ്വിറ്റ സഹതാരത്തിന് പന്ത് പാസ് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ ഇതിഹാസ താരം മില്ലയെ ഡ്രിബിൾ ചെയ്യാനുള്ള ശ്രമം പാളി. അതിവിദഗ്ധമായി പന്ത് ടാക്കിൾ ചെയ്ത മില്ല ഗോളിയില്ലാത്ത പോസ്റ്റിലേക്ക് പന്തുമായി ഓടിക്കയറി 2ാം ഗോളും അടിച്ചു. ഒറ്റ നിമിഷം കൊണ്ട് വില്ലനായി മാറിയപ്പോഴും അന്ന് ഹിഗ്വിറ്റ ചിരിച്ചു. ജയിച്ചവനെ തകർത്ത ചിരി. തോറ്റാൽ കരയണമെന്ന് എഴുതപ്പെടാത്ത നിയമവ്യവസ്ഥയെയും അയാൾ പൊളിച്ചു പണിയുകയായിരുന്നു. രണ്ടിനും ഹിഗ്വിറ്റയ്ക്ക് വിശദീകരണമുണ്ടായിരുന്നു. മനുഷ്യൻ അയാളുടെ കഠിന പ്രയത്നങ്ങളുടെ പേരിൽ ഓർമ്മിക്കപ്പെടും. അത് മാത്രമേ ഞാനും ചെയ്തുള്ളൂ. സ്കോർപിയോൺ കിക്കിനെ ഹിഗ്വിറ്റ ഓർക്കുന്നത് ഇങ്ങനെയാണ്. കുട്ടികൾ തലകുത്തി മറിയുന്ന ഒരു പരസ്യമായിരുന്നു അത്തരമൊരു സാഹസം ചെയ്യുന്നതിലേക്ക് പ്രേരിപ്പിച്ചതെന്നാണ് ഹിഗ്വിറ്റ വെളിപ്പെടുത്തിയത്. തെരുവിൽ കളിക്കുന്ന കുട്ടികളോട് അയാൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ റിവേഴ്സ് ബൈസിക്കിൾ കിക്ക് പരിശീലിക്കുമെന്ന്. പക്ഷേ കളിക്കളത്തിൽ ഏതാണ്ട് 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അയാളുടെ സ്വപ്നം സാധ്യമാക്കാൻ ജാമി റെഗ്നാപ്പ് ആ ഷോട്ട് വായിച്ചത്. കളിയെ തൻ്റേതായ ശൈലിയിൽ നിർവചിച്ച ഹിഗ്വിറ്റയ്ക്ക് ആരാധകർ ഏറെയുണ്ടായി. പക്ഷേ പിന്തുടരേണ്ട ഒരു ജീവിതശൈലി അയാൾക്ക് സാധ്യമായില്ല. തട്ടിക്കൊണ്ടുപോകൽ ആരോപണത്തെ തുടർന്ന് ഹിഗ്വിറ്റ 7 മാസത്തോളം ജയിലിലായിരുന്നു. 1994 ലോകകപ്പ് ഹിഗ്വിറ്റയ്ക്ക് നഷ്ടമാക്കിയത് അതായിരുന്നു. പിന്നീട് അയാൾ ലഹരിക്ക് അടിമപ്പെട്ടു. 94 ലോകകപ്പിൽ ഹിഗ്വിറ്റയായിരുന്നു കൊളംബിയൻ വല കാത്തതെങ്കിൽ ഒരുപക്ഷേ അവർക്ക് എസ്കോബാറിനെ നഷ്ടമാകില്ലായിരുന്നു. സ്കോർപിയോൺ കിക്കിലൂടെ പന്ത് രക്ഷിക്കുന്ന അയാൾക്കാണോ ഒരു സെൽഫ് ഗോൾ തടയാൻ പ്രയാസം? 2008 42ാം വയസ്സിൽ അന്താരാഷ്ട്ര ഫുട്ബോൾ അവസാനിപ്പിക്കുമ്പോൾ കൊളംബിയൻ സൂപ്പർ താരങ്ങളായ വാൽഡറാമയ്ക്കും ആസ്പ്രലയ്ക്കും അഡോൾഫോയ്ക്കുമൊക്കെ കിട്ടിയ തരത്തിൽ ഒരു വിരമിക്കൽ മത്സരം ഹിഗ്വിറ്റയ്ക്കായി ഒരുക്കി. അന്നും അയാൾ ആ മാന്ത്രിക സ്കോർപിയൻ കിക്ക് ആവർത്തിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഇപ്പോഴത്തെ പോലെ കൊണ്ടുപോകാം. പക്ഷേ വ്യവസ്ഥിതികളോട് കലഹിച്ച് പുതിയ വഴി വെട്ടിത്തുറക്കുമ്പോൾ നിങ്ങളെ പിന്തുടരാൻ കാലം ആവശ്യപ്പെടും. കാലാന്തരത്തിൽ നിങ്ങൾ അനുഭവിച്ച പൊളിപ്പുകൾ മധുരമായി മാറും. നിങ്ങൾ അന്ന് ആദരിക്കപ്പെടും. നിങ്ങളുടെ അഭാവം ലോകമറിയും. നന്ദി ഹിഗ്വിറ്റ.